അതുകൊണ്ട് ഞാനിവിടെ വലിയ തിയോളജി ഒന്നും പറയുന്നില്ല. ഞാൻ പറയുന്ന അടിസ്ഥാനപരമായ ചില സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഒന്നുകൂടി ആഴപ്പെടുത്തുകയാണ്. സമയക്കുറവ് കൊണ്ട് വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. നാം പാപത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ പാപം നമ്മൾ ഏറ്റുപറയുന്നത്? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പാപം ദൈവം ഗൗരവത്തോടെ എടുക്കുന്ന ഒരു സംഗതിയാണ്. നമ്മൾ വിചാരിക്കും, ദൈവം കരുണയുള്ളവനല്ലേ, ദൈവം ഇത്ര വിശാല സ്നേഹമുള്ളൊരു ദൈവമല്ലേ, എൻ്റെ ഈ ചെറിയ പൂഞ്ഞാൻ പാവമൊക്കെ ഈ ദൈവം കണക്കിട്ടുകൊണ്ടിരിക്കുമോ? പ്രിയമുള്ളവരെ, ദൈവം കരുണയുള്ള ദൈവം തന്നെയാണ്. പക്ഷേ ന്യായം വിധിക്കുന്ന ഒരു ദൈവം കൂടിയാണ്. ദൈവത്തിൻ്റെ ന്യായപീഠത്തിൻ്റെ മുൻപിൽ ചെന്ന് വീഴുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യം അല്ല. ദൈവത്തിൻ്റെ ന്യായപീഠത്തിൻ്റെ മുൻപിൽ ചെന്ന് നിൽക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യം അല്ല. അതുകൊണ്ട് പാപത്തെ ദൈവം ഗൗരവത്തോടെ എടുക്കും. കാരണം തൻ്റെ ഒരു മകനും മകളും ഈ ന്യായപീഠത്തിൻ്റെ മുൻപിൽ നിന്ന് ലജ്ജിച്ച് തല താഴ്ത്തി എന്നേക്കുമായി നിത്യ നരകത്തിൽ പതിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ആകാശത്തിലെ ദൈവം പാപത്തെ ഗൗരവത്തോടെ എടുക്കുന്നു എന്ന് ഈ പുസ്തകത്തിൽ അക്കമിട്ട് എഴുതി വച്ചിട്ടുണ്ട്.